സ്വർഗസ്ഥനായ നൽപിതാവേ, അവിടുത്തെ നാമം പൂജിതമാകണമേ. അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നു ഞങ്ങൾക്കു തന്നരുളേണമേ. ഞങ്ങളെ ദ്രോഹിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിക്കണമേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചിടണമേ. ആമേൻ. കൊന്ത നമസ്കാരത്തിൻ്റെ 4 വലിയ രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ നിറകുടമാണ്. ഒരു കത്തോലിക്കൻ അവൻ്റെ വിശ്വാസ സംഹിതയിലെ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ സമഗ്രതയിലും കൊന്ത നമസ്കാരത്തിലെ നിറച്ചു വച്ചിട്ടുണ്ട്. കൊന്ത നമസ്കാരം ആരംഭിക്കുന്നത് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ കൊണ്ടാണ്. ഇപ്പോഴത്തെ മാർപ്പാപ്പ എല്ലാവരോടും പറയുന്നത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുക. മാർപ്പാപ്പ ആദ്യം എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ പേര് സുവിശേഷത്തിൻ്റെ സന്തോഷം എന്നാണ്. മാർപ്പാപ്പ പിന്നീട് പറഞ്ഞു, ക്രൈസ്തവൻ സുവിശേഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സാക്ഷികളാണ്. മാർപ്പാപ്പ ഇപ്പം പറയുന്നു സ്നേഹത്തിൻ്റെ ആനന്ദം. മാർപ്പാപ്പ എപ്പോഴും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് സന്തോഷത്തോടുകൂടെ ജീവിക്കുക. പ്രകാശത്തിൻ്റെ രഹസ്യം ഒരുപക്ഷെ വിശ്വാസ കൈമാറ്റത്തിൻ്റെ കൈവഴികളാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശ്വാസം ജീവിക്കാനുള്ളതാണ്, അതുകൊണ്ടത് സാക്ഷ്യമാണ്. മാത്രമല്ല, വിശ്വാസം തലമുറകൾക്ക് കൈമാറ്റം ചെയ്യാനുള്ളതാണ്. നമ്മുടെ എല്ലാ തിരുക്കർമ്മങ്ങളിലും തിരി കത്തിച്ച് കൈമാറാറുണ്ട്. മാമുദീസായിലെ നമ്മൾ തിരി കത്തിച്ച് കൈമാറുന്നുണ്ട്. വിവാഹത്തിന് നമ്മൾ തിരി കത്തിക്കാൻ കാർമ്മികൻ ദമ്പതികളെ ക്ഷണിക്കുന്നുണ്ട്. തിരി കത്തിക്കുന്നത് ആദ്യ കുർബാനയിലുണ്ട്. തിരി കത്തിക്കുന്നത് എപ്പോഴും കൈമാറ്റത്തിൻ്റെ അടയാളമാണ്, വിശ്വാസ കൈമാറ്റത്തിൻ്റെ അടയാളം. രണ്ടാമത്തെ രഹസ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, നിങ്ങൾ ആ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ പരിശോധിച്ചാൽ അതിൻ്റെ ഉള്ളർത്ഥം മുഴുവൻ എന്താണെന്നറിയാമോ? അതിൻ്റെ ഉള്ളർത്ഥം മുഴുവൻ ത്യാഗമാണ്. സ്നേഹം അർത്ഥവത്താകുന്നത് ത്യാഗത്തിലാണ്. കർത്താവ് ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നു. പീലാത്തോസിൻ്റെ മുൻപിൽ വിധിക്കപ്പെട്ട ചമ്മട്ടികളിൽ അടിക്കപ്പെടുന്നു. തലയിൽ മുൾക്കിരീടം വയ്ക്കുന്നു, കുരിശ് വഹിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിലെ ഘോരമായ പീഡനങ്ങൾക്ക് ശേഷം മരിക്കുന്നു. സ്നേഹത്തിന് ത്യാഗം വേണം. ത്യാഗമില്ലാത്തടുത്ത് സ്നേഹമില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയാമോ? സ്നേഹം വേണം അവർക്ക്, പക്ഷെ ത്യാഗത്തിന് തയ്യാറില്ല. മറിയം ജപമാലയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന 3ാമത്തെ വലിയ പാഠമാണ് മഹത്വത്തിൻ്റെ രഹസ്യം. ഈ മഹത്വത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു സത്യമുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിൽ മർത്തായും മറിയവും കരഞ്ഞപ്പോൾ കർത്താവ് അവർ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു,
നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വാസമെന്ന് പറയുന്നത് സഹനത്തിൻ്റെ വഴികളിലൂടെ യാത്രയാണ്. സഹനങ്ങളിൽ ക്രൈസ്തവൻ തളർന്നു വീഴാൻ പാടില്ല. അവൻ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ അവൻ്റെ മുൻപിലെ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകണം. മറിയം കർത്താവിനെ ദേവാലയത്തിൽ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ ശമയോൻ കരങ്ങളിലെടുത്ത് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് കുഞ്ഞിനെ മറിയത്തിൻ്റെ കയ്യെ കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും. അതേക്കുറിച്ചിട്ട് സഭാപിതാവായ മിലാനിലെ അംബ്രോസ് പറയുന്നുണ്ട്, മറിയത്തിൻ്റെ ഹൃദയത്തിൽ കടന്ന വാളാണ് കാൽവരിയിലെ ക്രൂശിതൻ. അതുകൊണ്ട് തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലെ ഭാഗഭാഗാകാനുള്ള മഹാഭാഗ്യം മറിയത്തിന് ലഭിച്ചത്. മറിയം ഉത്ഥാനത്തിൻ്റെ ഉദയനക്ഷത്രമാണ്. കുരിശിൻ്റെ താഴെ നിന്ന മറിയം ഉത്ഥാനത്തിലേക്ക് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നവരാണ്. കൊന്ത നമസ്കാരം ചെല്ലുന്ന എല്ലാവരോടും എനിക്ക് പറയാനുണ്ട്, മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുക, സഹനങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഡേവിസ് ചിറ്റലപ്പള്ളി സാറിൻ്റെ രചനയിലും സംവിധാനത്തിലും ഒരുങ്ങുന്ന ഒരു സംഗീത ജപമാല, അതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് സനിൽ സൈമൺ സാറാണ്. അതിനൊരു സംഗീത ജപമാലയാണ് എനിക്ക് പാടാനായിട്ട് അവസരം ലഭിച്ചിരിക്കുന്നതെന്ന് ഞാൻ സ്റ്റുഡിയോയിൽ ചെന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം മാതാവിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ പാടാനായിട്ട് ഒരു അനുഗ്രഹം ദൈവം തന്നു. മാതാവിനോട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ചെറുപ്പം തൊട്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ പാട്ടുകൾ പാടാനായിട്ട് കിട്ടുമ്പോൾ എനിക്ക് ഒത്തിരി ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അത് സംഗീത രൂപത്തിൽ ജപമാല തന്നെ പാടാനായിട്ട് കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതിന് മാതാവിനോട് പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഞാൻ സ്റ്റുഡിയോയിൽ പാടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതൊരു പുതിയൊരു കൺസെപ്റ്റായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ അതിന് മുമ്പൊന്നും സംഗീത ജപമാല എന്ന രീതിയിൽ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നമ്മൾ ട്രഡീഷണലായിട്ട് ഇങ്ങനെ പാട്ടുകൾ കേട്ടിട്ടുണ്ടെന്നിരുന്നാൽ പോലും ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പാടുന്ന ഒരു ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അപ്രതീക്ഷിതമായി ഒരു മുറിവ് പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ആഴ്ചയോളം വിശ്രമത്തിലായിരുന്നു. ആ വിശ്രമത്തിലാണ് ഞാൻ ഈശോയോട് ചോദിച്ചത്, ഈ മുറിവിന് കാരണം എന്താണ്? അത് പരാതി കൂടിയോ ഒരു പരിഭവത്തോടുകൂടിയോ അല്ല ഞാൻ ഈശോയോട് ചോദിച്ചത്. ഇതിലൂടെ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത്? പലപ്പോഴും തിരക്ക് പിടിച്ച തൊഴിൽ മേഖലയാണ്. എങ്കിലും ഈ തൊഴിൽ മേഖലയ്ക്ക് ഇടയ്ക്ക് വെച്ച് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പിന്നാലെ ഈശോ പല ദിവസങ്ങളും ഈശോയോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജപമാലയെക്കുറിച്ച് ചിന്തിക്കുവാനും ആ ജപമാല 20 രഹസ്യങ്ങളടങ്ങുന്ന ജപമാല സംഗീത രൂപത്തിൽ എഴുതാനുള്ളൊരു പ്രചോദനം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈശോ മിശിഹായാം ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ചു പ്രസവിക്കുമെന്ന ശുഭവാർത്തയുമായി ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധയാ കന്യാമറിയത്തെ അറിയിച്ചതിന്മേൽ നമുക്കു ധ്യാനിക്കാം. എഴുതുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും എല്ലാ വിരലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സാഹചര്യം എങ്ങനെ തരണം ചെയ്യണം എന്ന് ചിന്തിച്ച് എൻ്റെ രണ്ടാമത്തെ മകള്, അവൾ BEd ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമാണ്, വിവാഹ ആലോചനയിലേക്ക് കടന്നിട്ടില്ല. ആ ഒരു കാലഘട്ടം ദൈവം അനുവദിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യം ദൈവം ഒരുക്കി തന്നതുകൊണ്ടാണ് ഇത്രയും കാലയളവ്, ഏകദേശം 6 മാസക്കാലം മകളിലൂടെ അത് എല്ലാം എഴുതി, വരികൾ എഴുതുന്നുണ്ട്, അത് തെറ്റുന്നുണ്ട്,
തെറ്റി അത് വെട്ടുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്, പലപ്പോഴും ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്, വീണ്ടും അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഓരോ സമയവും ഞാൻ ഈശോയോട് ചോദിക്കുന്നത്, ഇതിനൊരു പൂർത്തീകരണം ഉണ്ടായിരിക്കുമോ? ഇതൊന്നും എൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട കാര്യമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമേ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിനുള്ളൊരു പ്രചോദനം എൻ്റെ മകൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്. ഞാൻ B.Ed കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെ അപ്പന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. കൈയൊന്നും തീരെ എഴുതാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു സൈൻ ചെയ്യാൻ പോലും അപ്പനെ പറ്റിയിരുന്നില്ല, ഒന്നും എഴുതാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അപ്പനിങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഞാനാദ്യം വേണ്ട, പറ്റില്ല, എനിക്ക് വേറെ പണിയുണ്ട്, അങ്ങനെയൊക്കെ കുറേ ഒഴിയാനൊക്കെ നോക്കി. പക്ഷെ അപ്പം പറഞ്ഞു. പിന്നെ അപ്പൻ്റെ അവസ്ഥയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഓക്കെ, ഞാൻ സമ്മതിച്ചു. അങ്ങനെ ക്ഷമാപൂർവ്വം ഇരുന്ന് അപ്പന് ചിലപ്പോൾ നമ്മൾ എഴുതണതൊന്നും നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു തിരുത്തോ അങ്ങനെ ഒന്നും അപ്പന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം അപ്പം പറയണത് എന്താണോ അത് തന്നെയാണ് ഞാനതിൽ എഴുതിയിട്ടുള്ളതും. ഒരുപാട് ക്ഷമാപൂർവ്വം ഇരിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അപ്പനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. പിന്നെ എൻ്റെ കല്യാണം ആലോചിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ചെറിയൊരു ജോലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇതും എല്ലാം കൊണ്ടും ആ ഒരു സമയം അപ്പനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കുറച്ച് നാൾ തന്നെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ മാരേജ് കഴിഞ്ഞ് ഞാൻ പോവുക ചെയ്തത്. എന്നാലും എഴുത്ത് പരിപാടികളൊക്കെ ഒരുവിധം എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൂർണ്ണ രൂപത്തിലായതിനു ശേഷം മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിയോ CD ഓറലായിട്ട്, അതായത് താൽക്കാലികമായൊരു CD രൂപീകരിക്കുകയും അത് വിവാഹവുമായി ബന്ധപ്പെട്ട ഓഡിറ്റോറിയത്തിൽ അത് ലേ ചെയ്തപ്പോൾ അതിൽ നിന്ന് നല്ല ഒരു ഇമ്പാക്റ്റാണ് ഞാൻ അനുഭവിച്ചത്. പലരും ഈ CD എവിടെ നിന്നാണത് വാങ്ങിച്ചത്, ഇത് എവിടെ ചെന്നാലാണ് ഇത് കിട്ടുക എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത് താൽക്കാലികമായിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്, ഇത് പുറമെ പോയി മേടിക്കാൻ കിട്ടില്ല, അതുകൊണ്ട് അത് പിന്നീട് CD ഇറക്കാനുള്ളൊരു അവസരം ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ CD ഇറങ്ങിയത് 2016 പറപ്പൂര് സെൻറ്റ് ജോൺ നെപുംസിയാൻ ഫൊറോന ദേവാലയവുമായി ബന്ധപ്പെട്ട്, ആ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ CD ഇടവകയിൽ തന്നെ അത് വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഇടവക ദേവാലയം പണിയുന്നതിന് വേണ്ടി ആ CD വിതരണം ചെയ്തതിൽ നിന്നുള്ള ഫണ്ട് ദേവാലയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിച്ചതിലും വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഏറെ സ്നേഹമുള്ളവരെ, ഇത് പറപ്പൂർ സെൻറ്റ് ജോൺ നെപുംസിയാൻ ഫൊറോന പള്ളിയാണ്. പള്ളിപ്പണിയുടെ സമയത്ത് CT ഡേവിസേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളോട് ഒരുപാട് സഹകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു CT ഡേവിസേട്ടൻ. കൊന്തയും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെയായി ഈ പള്ളിയോട് ഒരുപാട് ചേർന്ന് നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സംഖ്യകളും പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഡേവിസേട്ടനും എൻ്റെ കൂടെയുള്ള എല്ലാവരും അതിനോട് സഹകരിച്ചതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡേവിസേട്ടനെ സംബന്ധിച്ചിടത്തോളം പള്ളിയുമായി ഒരുപാട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. അതുപോലെ സംഘടനകളെ ഒരുപാട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. കുർബാനയില്ലാത്തൊരു ദിവസമില്ല. ഇന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് കുടുംബത്തിനും മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ അതേസമയം കുറേ കാര്യങ്ങൾ എന്തൊക്കെ ഇടവകയ്ക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് കടന്നു പോകുന്നൊരു വ്യക്തിയാണ്. അതൊക്കെ നന്ദിയോടുകൂടി ഓർക്കണം. നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബവും നമ്മളുമായി ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ അതിൻ്റെ
ഫലങ്ങൾ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായും പള്ളിയോട് ചേർന്ന് വിശുദ്ധ കുർബാനയോട് ചേർന്ന് തന്നെയാണ് ഡേവിസ് ചേട്ടൻ ഇപ്പോഴും നടന്ന് മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ കർത്താവാം ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് വിയർത്തു ചുടുനിണമായി ശോകമാം ദിവ്യമാം രഹസ്യത്തിൻ്റെ നമുക്ക് ധ്യാനിക്കാം. ദുഃഖത്തിൻ്റെ 5 രഹസ്യങ്ങളാണ് ഞാൻ ഇതിൽ പാടിയിരിക്കുന്നത്. അത് ആലപിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല്, എനിക്കുണ്ടായിരുന്ന സഹനങ്ങൾ അതിലൂടെ ഞാൻ അനുഭവിക്കുകയായിരുന്നു, കാണുകയായിരുന്നു. ഇതിലൂടെ എനിക്ക് ഈശോയെ കാണാനുള്ള മനസ്സിൽ ആ ഒരാഴ്ച തന്നെ എനിക്കിതിങ്ങനെ എൻ്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ ചിന്തകളിലും ഒക്കെ ഈശോയെ ഞാൻ അനുഭവിക്കുകയായിരുന്നു, കാണുകയായിരുന്നു, എപ്പോഴും കാണുകയായിരുന്നു. ഓഡിയോ CD ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കുവാനായി സാധിച്ചു. വീണ്ടും ബഹുമാനപ്പെട്ട പോളിച്ചനായിട്ടും ബഹുമാനപ്പെട്ട ജിയോ ചെറുടയച്ചനായിട്ടും ഇത് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് പുതിയ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത്. ഇത് വീഡിയോ ആയാൽ എങ്ങനെ, വിഷ്വൽ രൂപത്തിലേക്ക് ഇത് കൊണ്ടുവന്നാൽ എങ്ങനെ, ഇതിനെങ്ങനെ പ്രചാരം ഉണ്ടായിരിക്കും, ഇതെങ്ങനെ നമ്മുടെ സഭയിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഇതിനുള്ള മറുപടി എന്തു പറയും, അങ്ങനെ വലിയ ഒരു ആശയം മുന്നിൽ വന്നു. ഇതുമായി ബഹുമാനപ്പെട്ട വൈദികരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഇത് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിന് വേണ്ടി എന്നുള്ള ലക്ഷ്യത്തിലൂടെ, ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നമ്മെ സഹായിക്കും എന്ന ലക്ഷ്യത്തിലൂടെയാണ് വിഷ്വൽ എടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചെങ്കിലും ഇതിൻ്റെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ വിഷ്വൽ, അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ തന്നെ ഓഡിയോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പരിശീലനം ഒന്നുമില്ലാത്തൊരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക്, ഇത്രയും ഒരു മഹത്തായ ഒരു പദ്ധതിയിലേക്ക് ദൈവം ക്ഷണിച്ചത്. ഓരോ വൈദികരുടെയും ഓരോ പിതാക്കന്മാരുടെയും റെക്കോർഡിങ് ചെയ്യുമ്പോൾ ഇവരെല്ലാം ചോദിക്കും, ഇതെന്തിനു വേണ്ടിയാണ്, ഇതെങ്ങനെയാണ് നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്, ഇത് നിങ്ങൾ എവിടെ അപ്ലൈ ചെയ്യാനുള്ളതാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് കൃത്യമായ മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വളരെ അധികം എന്നെ വേദനിപ്പിച്ച ഒരു അവസരങ്ങളും കൂടിയായിരുന്നു. പരിശുദ്ധ മറിയേ ദൈവമാതാവേ, പാപികളാകും ഞങ്ങൾക്കായി ഇപ്പോഴും ഞങ്ങൾ തൻ മരണനേരത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കണേ. അദ്ദേഹം എഴുതിയ വരികൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പ്രാർത്ഥന വളരെ ശരിക്കും ഒരു പ്രാർത്ഥന തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അതിലുള്ളത്. കാവ്യാത്മകമായിട്ടുള്ള അതിപ്രസരണം കടന്നു വരാതെ വളരെ ലളിതമായിട്ട് എഴുതിയ വരികളാണ്. അതിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് സംഗീതം നൽകണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പാട്ട് പാടാൻ അറിയാത്ത ഒരു വ്യക്തിക്ക് പോലും പാട്ടുപാടി മാതാവിനോടുള്ള ഭക്തി നിറവേറ്റുവാനായിട്ട് അത്തരത്തിലുള്ള ഒരു സംഗീതം കൊടുക്കണമെന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം 4 രഹസ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള സംഗീതം ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരിമിതികൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഉദ്യമത്തെക്കുറിച്ച് എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിക്കുകയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലും ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്തു. അങ്ങനെ സംഗീത ജപമാല ഞങ്ങൾ ഒരു ഓഡിയോ CD ആയിട്ടാണ് ആദ്യം
ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. നന്മ നിറഞ്ഞ മേരി സ്വസ്തി, കർത്താവു നിന്നോടു കൂടെ, സ്ത്രീകളിലെന്നും അനുഗ്രഹീതേ, തിരുവുദരത്തിൻ ഫലമായ ഈശോ നിത്യമനുഗ്രഹീതൻ. പരിശുദ്ധ മറിയേ ദൈവമാതാവേ, പാപികളാകും ഞങ്ങൾക്കായി ഇപ്പോഴും ഞങ്ങൾ തൻ മരണനേരത്തിലും ദൈവത്തോട് പ്രാർത്ഥിക്കണേ. സാധാരണ നമ്മൾ മാതാവിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അതിന് നമ്മൾ ലിറിക്സ് നോക്കുമ്പോൾ ചിലപ്പോൾ മാതാവിനെ പറ്റിയുള്ള വിശേഷണങ്ങളാവാം, മാതാവിനോടുള്ള യാചനകളാവാം, അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റ്സ് പാട്ടുകളിൽ വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ചൊല്ലി വരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് സംഗീത രൂപത്തിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ ആദ്യം സംഗീത ജപമാല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആ പ്രാർത്ഥനയുടെ സെൻസ് തന്നെയാണോ, നമ്മുടെ വരികളിൽ അതിനുള്ളൊരു മാറ്റം വന്നിട്ടുണ്ടോ. അത് കഴിഞ്ഞ് ഞാൻ സംഗീത ജപമാലകൾ 1-2 കേൾക്കാനിടയായിരുന്നു. അപ്പോൾ അതിൽ ചിലതിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ആ പ്രാർത്ഥനയുടെ ആ ഒരു രൂപത്തിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ മ്യൂസിക്കലി അതൊന്ന് കറക്റ്റാക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ഇതിൽ അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലുള്ള എല്ലാ മീനിങ്ങും അതിൻ്റെ എല്ലാ സെൻസും ഉൾക്കൊണ്ടുകൊണ്ടുള്ള വരികളായിട്ട് തോന്നി. അതൊരു വ്യത്യസ്ത ഒരു അനുഭവമായിരുന്നു എനിക്ക്. മറ്റ് മാതാവിൻ്റെ പാട്ടുകൾ പാടുന്നതിനേക്കാൾ ഇതിൽ അങ്ങനൊരു ഡിഫറൻസ് ഫീൽ ചെയ്തു. ആ പ്രാർത്ഥനയുടെ തനതായ ആശയം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വരികളായിട്ട് തോന്നി. അതുപോലെ ഈ സംഗീത ജപമാലയിൽ പാട്ട് കേട്ടിട്ട് കൂടുതലും ജപമാലയോട് അടുക്കാനുള്ളൊരു അവസരം ഉണ്ടായി എന്ന് പൊതുവെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു. എൻ്റെ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ഡേവിസ് ബ്രദർ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഇടവക പള്ളിയിലെ ഒരു സമ്പൂർണ്ണ ജപമാല ഗാനരൂപത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേൾക്ക്. ഞാനത് ഒരു സില്ലി മാറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വാങ്ങിച്ചെൻ്റെ കാറിൽ അത് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ബോർഡ് മെമ്പേഴ്സ് ജോൺ തെങ്കമ്പള്ളി അതുപോലെ പൗലോസേട്ടനായിട്ട് ഞങ്ങൾ ശാലോമിലേക്ക് പോവാം. പോകുന്ന സമയത്ത് ഞങ്ങളുടെ യൂഷ്വൽ ജപമാല ഞങ്ങൾ ചൊല്ലി, അത് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ കാസറ്റിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ കാറിൽ ഞാൻ ആ കാസറ്റ് ഇട്ടു, ഓൺ ചെയ്തു, അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സമ്പൂർണ്ണ ജപമാല ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കണേ. അമ്മ കരുതലോടെയാണ് ഞങ്ങളെ ശാലോമിലേക്ക് എത്തിച്ചത്. അത് കേട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി ഇതൊരു വലിയൊരു അനുഭവ സാക്ഷ്യമാണ്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഞങ്ങൾ ശാലോമിൻ്റെ എറണാകുളം ഓഫീസിൽ ഈ കാസറ്റിന് പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അവരവിടുന്ന് ഞങ്ങളൊരു ആദ്യം ഫസ്റ്റ് ടൈം ഒരു 100 കാസറ്റ് എടുത്തിട്ടാണ് ഞങ്ങളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അത് കേട്ടവരും ആ ഓഫീസിൽ വരുന്ന ആൾക്കാർ മുഴുവൻ കംപ്ലീറ്റ് അത് പിന്നെയും ആ കാസറ്റിനെ പറ്റി ചോദിച്ചു. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള വലിയ ലക്ഷ്യം അവർ പള്ളിക്ക് വേണ്ടിയിട്ട് ഫൈനാൻസായിട്ട് കാണുന്നതായിരുന്നെങ്കിലും പക്ഷേ അതല്ല, അതിൻ്റെ വളർച്ച ഒരു പ്രതീക്ഷിക്കാത്തതിന് അപ്പുറത്തായിരുന്നു. കാരണം വെച്ചാൽ കേട്ടവർ പിന്നെയും അവർ ഫ്രണ്ട്സിന് പറയണു, ദൈവത്തിൻ്റെ ഇടപെടൽ വലുതായിട്ട് പരിശുദ്ധാത്മാൻ പറഞ്ഞു. അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ലോകം മുഴുവൻ ആ കാസറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയിരുന്നു. അത് വലിയൊരു അനുഭവം, ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പിന്നെ ഡേവിസ് ബ്രദർ കണ്ടപ്പോൾ ഡേവിസ് ബ്രദറും പറഞ്ഞു ഇത് വലിയൊരു ദൈവത്തിൻ്റെ ഇടപെടലാണ്, അത് ഞങ്ങൾക്കും അത് വലിയൊരു അനുഭവമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് വലിയൊരു അനുഭവ സാക്ഷിയായിട്ട് എനിക്ക് പറയാം. ഞാൻ ശരിക്കും ഒരു മരിയ ഭക്തനാണ്. പരിശുദ്ധ അമ്മ എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഗാനം, ഈ സംഗീത ആവിഷ്കാരം, ജപമാലയുടെ ഈ സംഗീത ആവിഷ്കാരം സ്റ്റുഡിയോയിൽ പാടുന്ന സമയത്തും നിരവധി നന്മകൾ, അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത വഴിയായി നിങ്ങൾക്ക് ഏവർക്കും നിരവധി അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ജപമാലയുടെ സംഗീത ആവിഷ്കാരത്തിൻ്റെ വരികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലളിതമായ വരികളാണ് ശ്രീ ചിറ്റലപ്പള്ളി ബ്രദറിൻ്റേത്. ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ സംഗീതം ശ്രീ സനിൽ സൈമൻ വളരെ ലാളിത്യത്തോടു കൂടി ശാന്തസുന്ദരമായ സംഗീതമാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിൽ ഞാനും വളരെയേറെ സന്തോഷവാനാണ്. നിത്യസഹായം സംഗീത ജപമാലയിലൂടെ എനിക്ക് ഈശോയോടൊരു വാഗ്ദാനം ചെയ്യാനുണ്ടായിരുന്നു. ഈശോയെ, നിൻ്റെ അമ്മ വഴി, പരിശുദ്ധ അമ്മ വഴി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ
ഈശോയോട് ചോദിക്കുന്നത് എന്തും നിറവേറ്റി തരുന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ട് ഈ ഒരു നിത്യസഹായം സംഗീത ജപമാല ആയിരക്കണക്കിന് വ്യക്തികൾ കണ്ടു കഴിഞ്ഞതാണ്. ഇതിൽ നിന്ന് ഞാൻ ഈശോയോട് ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ കാണുന്നവരിൽ നിന്നും കേൾക്കുന്നവരിൽ നിന്നും ഒരു ആത്മാവിനെ നീ രക്ഷിക്കണം എന്നാണ് എൻ്റെ നിയോഗവും എൻ്റെ പ്രാർത്ഥനയും. അത് പൂർത്തീകരിച്ചു തരും എന്നതാണ് എൻ്റെ വിശ്വാസം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.